സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. വീഡിയോ നമ്മൾ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മോഡ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് അടിച്ചിട്ട് നമുക്ക് പോവാം ഗൈസ്. ഓക്കെ, ഫസ്റ്റ് തന്നെ പ്ലേ സ്റ്റോർ എടുക്കുക. എഴുന്നില്ലല്ലോ. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ അടിക്കുക ഗൈസ്, MCPEL ഗൈസ്. ഇത് ഡൗൺലോഡ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്തേക്കാം. ഓക്കെ ഗൈസ്, ഞാൻ ഇതാക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യും ഗൈസ്. ഓക്കെ, അപ്ഡേറ്റ് ചെയ്യാനുണ്ട് ഗൈസ്. അപ്ഡേറ്റ് ചെയ്താൽ എന്നിട്ട് നിങ്ങൾ തുറക്കുക ഗൈസ്. തുറന്നിട്ട് എന്തുവാ അല്ല, ടോർച്ചിന് ഇത് കിട്ടത്തില്ല ഗൈസ്. അത് അടിച്ചു കൊടുക്കുക. എന്തുവായിരുന്നു, ഡൈനാമിക് ഗൈസ്. ഇവിടാണ്ട് കിട്ടണ്ടായിരുന്നു ഡൈനാമിക്. ഗൈസ് വേണ്ട, ഇത് കണ്ടോ ഗൈസ്, ഈ ഡൈനാമിക് സിസ്റ്റം ഡൈനാമിക്സ് ലൈക്സ് എടുക്കുക. അതെടുത്തിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഗൈസ്. കുറച്ച് നേരം എടുക്കും, കുറച്ച് ലാഗാണ് ഗൈസ്. കുറച്ച് നേരം എടുക്കും. ഓപ്പൺ ചെയ്യുക. ഇത് കുറച്ചും കൂടി ഉണ്ട് ഗൈസ്. അതിനകത്ത് ഏതാ ഡൗൺലോഡ് ചെയ്യണ്ട, മറന്നുപോയല്ല. ഇതെടുക്കുക ഗൈസ്. ഓണല്ലയോ? ഓണാണ്. എന്നിട്ട് ഞാൻ അവിടെ നിൽക്കണം, ആ പച്ച കളറിൽ കണ്ട ഗൈസ്. എന്നിട്ട് നിങ്ങൾ മൈൻക്രാഫ്റ്റ് തുറക്കുക ഗൈസ്. ഓക്കെ, മൈൻക്രാഫ്റ്റ് തുറന്നതിന് ശേഷം മറന്നുമില്ല എൻ്റെ സർവൈവൽ സീരീസ്. ഓക്കെ, ഞാൻ ഒരു പുതിയ സർവൈവൽ സീരീസ് തുടങ്ങിയിട്ടുണ്ട്. ബട്ട് അതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല ഗൈസ്. എന്നിട്ട് ഇമ്പോർട്ട് സ്റ്റാർട്ടഡ് എന്ന് പറയും, സക്സസ്ഫുൾ. ഓക്കെ, എന്നിട്ട് ക്രിയേറ്റ് ന്യൂ വേൾഡ്. എന്നിട്ട് ഇതാണ്ട റിസോഴ്സ് പാക്കിൽ പോവുക ഗൈസ്. അതിനകത്ത് കുറച്ചൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏതായിരുന്നു അയ്യോ, ഇവിടാണ് ഗൈസ്. ഓക്കെ, 2 എണ്ണം ഉണ്ട് ഗൈസ്. ഞാൻ വേറെ എന്താണ്. ഓക്കെ, ഇപ്പം ക്രിയേറ്റ് ന്യൂ വേൾഡ്. ഓക്കെ ഗൈസ്, ക്രിയേറ്റ് ന്യൂ വേൾഡ്. കഷ്ടമായി ഗൈസ്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് അടിക്കരുത്. ഞാൻ വേറൊരു മോഡും കൂടി പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. യൂട്യൂബർക്ക് ഗെയിം ചാനൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. മൈൻക്രാഫ്റ്റ് മാത്രം. ഓക്കെ, ഞാൻ ടോർച്ച് എടുത്തിട്ടുണ്ട്. ഒരു ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ടോർച്ച് എടുത്തിട്ട് ക്രിയേറ്റീവ് ആക്കട്ടെ. ക്രിയേറ്റീവ് തന്നെ ചെയ്യണമെന്നില്ല. സർവൈവൽ സീരീസ്, നിങ്ങളുടെ സർവൈവൽ സീരീസ് നമുക്ക് ഇനി മൈനിങ്ങിൽ പോകാൻ നേരം കേവ് എന്ത് ചെയ്യും? കേവ് പോലും ഇല്ല ഇവിടെ. ഓക്കെ, ഇവിടെ തന്നെ പോകും. വേണ്ട ഗൈസ്, ഇവിടെ ഒരു കേവ് ഉണ്ടെന്ന് തോന്നുന്നു, വലിയ കേവ്. ഗൈസ്, ഇവിടെ കേവ് ഉണ്ട്. ഗൈസ്, ഇപ്പം എന്താ, നിങ്ങളിത് ക്രാഫ്റ്റിംഗ് ടേബിളിൽ ഒന്നും വെക്കണ്ട ഗൈസ്. വേണ്ട, ടോർച്ച് എടുക്കുമ്പം കണ്ട ഗൈസ്, നിങ്ങൾ ഇതിനകത്ത് പോയി ഇങ്ങനൊന്നും വെക്കേണ്ട കാര്യമില്ല ഗൈസ്. വേണ്ട, ടോർച്ച് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ അല്ലെന്നല്ല പറയാൻ വരുന്നത്. ഒരെണ്ണം കൂടിയുണ്ട് ഗൈസ്. വീണ്ടും നിങ്ങൾ ആ ആപ്പിൽ തന്നെ കയറുക. എന്നിട്ട് നിങ്ങൾ ഈ സെർച്ചിൽ പോയി അങ്ങനെ അടിക്കണം. അങ്ങനെ ഉണ്ടല്ലേ വരുന്നത്. ഗൈസ്, ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഞാനിത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ടൊരു കാണിച്ചു തരാം. നിങ്ങൾ മൈൻക്രാഫ്റ്റിൽ കയറുക. ഞാൻ ഇപ്പം മുമ്പ് എടുത്ത വേൾഡിൽ ചെന്ന് റിസോഴ്സ് പാക്കിൽ ചെല്ലുക. എന്നിട്ട് മൈ പാക്സിൽ ചെന്ന് ഡൗൺലോഡ് ചെയ്തതാണ്ട് ഇതാ അങ്ങനെ ഉണ്ട്. ഓക്കെ, അത് ആക്ടിവേറ്റ് ചെയ്യുക. എന്നിട്ട് ഗെയിം പ്ലേ പോവുക. ആക്ടിവേറ്റ് ആയിട്ടുണ്ട്.
ഗൈസ് ഇതിൽ മറ്റേ മോഡ് നോക്കിയതാണ്. എന്നിട്ട് ഈ സെറ്റിങ്സ് എടുക്കത്തില്ലയോ, അവിടെ ഇനേബിൾ സെറ്റിങ്സ് ഓവറിൽ കാണും, അത് നിൽക്കുക. ലൂഡോയും കാണും. എന്നിട്ട് കണ്ട നമുക്കിങ്ങനെ സെറ്റിങ് നമ്മുടെ ഇങ്ങനെ നടക്കാം ഗൈസ്. മുമ്പേ ആണെങ്കിൽ നമുക്ക് സെറ്റിങ്സ് കയറി വീഡിയോ എടുത്ത് തേർഡ് പേഴ്സൺ ഒക്കെ ആക്കി ഭയങ്കര പാടാണ് ഗൈസ്. ഇത് നല്ല യൂസ്ഫുള്ളാണ്. ഇത് എല്ലാ ആപ്പിൽ കിട്ടുന്നതായിരിക്കും ഗൈസ്. ആൻഡ് ഗൈസ് ആ ആഴനകത്ത് നിൽക്കുക, നിങ്ങൾക്ക് പെട്ടെന്ന് ക്രിയേറ്റീവ് ആക്കാൻ പറ്റും. പിന്നെ സെറ്റിങ്സിൽ കയറി അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് ക്രിയേറ്റീവ്, സർവൈവൽ, സ്ക്രിപ്റ്റ്, വേൾഡ് അതൊക്കെ ഉണ്ട് ഗൈസ്. അത് നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ ഇത്രയേ ഉള്ളൂ ഗൈസ്, അന്നത്തെ നിൽക്കിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.